ഹലോ, ഒരു മോർണിംഗ് വൈബാണ് കേട്ടോ ഇത്. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് ഇങ്ങനെ എടുത്തത്. ഇതൊരു അടിപൊളി നമുക്ക് എല്ലാവർക്കും സന്തോഷം നേർന്ന ഒരു നിമിഷങ്ങളൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ഇടുന്നത്. കുറച്ച് ദിവസങ്ങൾ എല്ലാവരും കൂടി എത്ര കട്ടിലും ബെഡും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് കിടന്ന് നമ്മൾ തമാശയും ചീരിയും കളിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അതൊരു വേറൊരു വൈബ് തന്നെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ നല്ലോണം ആസ്വദിച്ചിരിക്കണ്. പിന്നെ ഇതാ പുറത്ത് നല്ലോണം മഴ പെയ്യുന്നുണ്ട്, ചുഴലിക്കാറ്റ് വരെ ഉണ്ടായിരുന്നു. നമ്മളിന്ന് ഫിദൻ്റെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ഇന്ന് ഫങ്ഷനാണ്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അപ്പോൾ പുറത്ത് നല്ല പേമാരി തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചിരുന്നത് അത് ചുഴലിയായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നൂൽപുട്ടും പാലാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാ ഓരോരുത്തരെ മാറ്റി ഇറങ്ങി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടെ കറണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് എല്ലാവരും നിൽക്കുകയാണ്. പിന്നെ കാറിൽ പോകേണ്ടിയവരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ട്രാവലർ വരും. ഇവിടെ ഫാത്തിമക്കുട്ടി ഇതാ മാറ്റിയിട്ട് ഭയങ്കര സ്റ്റൈലാക്കി കളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ട്രാവലർ ഇപ്പം വരും. പിന്നെ നല്ല അടിപൊളി മഴയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി എല്ലാവരും ഇതിൽ കയറുന്ന തിരക്കുമാണ്. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴോ നല്ല പേമാരി തന്നെ. അങ്ങനെ ഒരു സൈഡിൽ കുറേ ടൈം അവിടെ നിന്ന് പിന്നെ നമ്മളിത് അവിടെ എത്തി. പിന്നെ അവർ മോളും ഉമ്മയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കെട്ടിപ്പിടുത്തു, ഭയങ്കര കരച്ചിലൊക്കെ അല്ലായിരുന്നു അവർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിലൊക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. മോളെ കണ്ടപ്പോൾ എല്ലാവരും അവൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞ് പിന്നെ അവളെ വീട്ടിലേക്ക് അവളെ വീട് ഹസ്ബൻഡിൻ്റെ വീട് നമ്മളെ കോഴിക്കോട് കുറ്റിച്ചിറയിലുള്ള ഒരു തറവാട് ടച്ചുള്ള വീട് കേട്ടോ. അവിടെ നല്ല രസമുണ്ട് കാണാൻ, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീട്. എനിക്ക് എന്തായാലും എൻ്റെ ഉപ്പൻ്റെ തറവാടൊക്കെ ആയിട്ട് ഒരു ഫീൽ ചെയ്തു കേട്ടോ. എൻ്റെ ഉപ്പൻ്റെ അവിടെയൊക്കെ പോയാൽ ഇങ്ങനത്തെയൊക്കെ ഫാന് അങ്ങനത്തെ ഒക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതാ ഇതുപോലൊക്കെ തന്നെ ആ ഒരു റൂമും അവരൊക്കെ ആയിട്ട് ആ ഒരു ഫീലിങ്സ് എനിക്ക് വന്നു കേട്ടോ. അവിടുത്തെ ആ ഒരു ഏണി അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ചുറ്റുപാടും പരിസരമൊക്കെ എനിക്ക് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഫുഡ് കഴിച്ച് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ സത്യം പറയാമല്ലോ നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അത് അവരിത് എന്ന് പറഞ്ഞാൽ വേറൊരു നമ്മളവിടെ കോഴിക്കോട്ടത്തെ മാതിരി അല്ല തോന്നുന്നു. സ്ഥലമൊക്കെ വേറെ തന്നെ ഒരു കറി പോലൊക്കെ ആക്കിയിട്ട് ഈ ചോറിലൊക്കെ വേറൊരു വ്യത്യാസം. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ അവർ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇട്ടിരുന്നത് ഗുലാബ് ജാമും ഐസ്ക്രീമും കൂടി കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ തിരിച്ച് പോകുമ്പോഴും മഴ തന്നെ, അതിലൊരു വ്യത്യാസമില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പോയി വന്നിക്കണം നമ്മൾ. അങ്ങനെ എല്ലാവരും ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വീട്ടിൽ കറണ്ടില്ല. അപ്പോൾ എല്ലാവരും പുറത്ത് ഇങ്ങനെ ഇരുന്ന് നിൽക്കുന്നതാണ്. ഉള്ളിലേക്കൊന്നും ആരും പോകുന്നില്ല, ഇരുട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ മഴയും പെയ്യല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ട് വലിയൊരു തൊപ്പാപ്പുഴ കേട്ടോ, ഭയങ്കര വലുത്. ആ ഓരോ മരത്തിൽ നിന്ന് വരുന്നതാണ്. കുറേ കണ്ടിക്കണം നമ്മൾ, നിങ്ങൾക്കൊന്ന് കാണിച്ചതാണ്. പിന്നെ ഇതാ നമ്മളെ ഡ്രസ്സിങ് പാക്കിങ്ങൾ വരുമ്പോഴല്ലേ കണ്ടത്, ഇനി പോകുമ്പോഴൊന്ന് കണ്ടോളൂ. ഇത് നമ്മളെ അളിയന് നാട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അളിയൻ്റെ കാറിൽ എല്ലാവരും കൂടി കുത്തിച്ച് എല്ലാ ഫാമിലിയിൽ എല്ലാവരും 2-3 ബാഗൊക്കെ അതിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. ഷിയാകൻ്റെ പെങ്ങളും മക്കളും അവിടെ തന്നെ നിന്ന് അളിയന് എന്തോ ഒരു ആവശ്യം ഉണ്ടായിട്ട് പോവുകയും. അപ്പം നമുക്കെല്ലാവർക്കും കിട്ടിയ ചാൻസ് എന്ന് പറഞ്ഞാൽ മുതലെടുത്ത് എല്ലാവരും അതിൽ കൊണ്ടുവച്ച് ആ വിട്ടോളി വണ്ടി പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഈവനിങ്ങിന് പഴംപൊരിയാണ് കേട്ടോ. ചായ അവിടെ ഫംഗ്ഷൻ പോയി വന്നപ്പോൾ എല്ലാവർക്കും വിശക്കാം, മഴയും പെയ്യല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ രാത്രി ഇതാ ഫിദയും ഹസ്ബൻഡും കൂടി വന്നിട്ടോ. അങ്ങനെ ഒരു അന്ന് അവരെ കല്യാണത്തിൻ്റെ അന്ന് അവരെ വീട്ടിൽ നിന്നിട്ട് പിറ്റേന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുന്നൊരു ചടങ്ങാണ് അവിടെ. അപ്പോൾ അവിടെ വന്ന് നല്ല അടിപൊളി ചെക്കൻ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായിക്കണ്. അപ്പോൾ ഫിദ അടുക്കളയിലേക്ക് വന്നപ്പം എല്ലാവരും അവളെ പൊതിഞ്ഞ് നിന്നിട്ട് അവളെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന പണിയാണ്. പിന്നെ നമുക്ക് ഒരുപാട് പണികളുണ്ട് ഇനി കിച്ചണിൽ. ഇന്ന് നമ്മുടെ പുതിയാപ്പിളച്ചക്കന് ഉള്ളതല്ലേ രാത്രി ഫുഡിന്. അപ്പോൾ എല്ലാവരും ഓരോ ജോലികൾ ഏറ്റെടുത്തിട്ടോ. ഇത് നമ്മുടെ മാമൻ്റെ മോളാണ് ആയിഷ. അപ്പോൾ അവളെ അനിയത്തി ഉണ്ട് കേട്ടോ. അവൾ പറയുകയാണ് ഈ ഒന്ന് പ്രാക്ടീസ് ചെയ്ത ആൾ പെണ്ണാണലൊക്കെ വരുമ്പോൾ ഇനി വിറയലും കാര്യങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്
ചായ അവളെ കൊണ്ട് തന്നെ കൊടുപ്പിക്കാൻ കേട്ടോ, അങ്ങനെയാണ് ചെയ്യലെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ വന്നിരുന്നു. ഫ്രണ്ട്സുകളാണോ ഇനി റിലേറ്റീവ്സ് ആണോ എന്നറിയില്ല. അങ്ങനെ വന്നിട്ട് അവരപ്പം തന്നെ പോയിട്ടോ. നമ്മൾ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്. പിറ്റേന്ന് നമ്മളെല്ലാവരും ഇങ്ങോട്ട് വരുമല്ലോ, അപ്പോൾ ഒക്കെ പിയാപ്പിൾക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എല്ലാ ഐറ്റംസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ മന്തി, കനച്ചത്തിരി അങ്ങനെ ലൈറ്റായിട്ടുള്ള, ഇവിടെ അങ്ങനെ നമ്മൾ കോഴിക്കോടിൻ്റെ മാതിരി ഒരുപാട് ചടങ്ങുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ. പിന്നെ എന്താ, എനിക്ക് റൂമൊന്നും അവിടുത്തെ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ആ രംഗം എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇവളിതാ റൂമിലേക്ക് പോവാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പോൾ ഒരുപാട് കാലം അവർ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കല്യാണ വീഡിയോ ഇവിടെ നിർത്താണ്. എൻ്റെ എറണാകുളത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് കോഴിക്കോട് വെച്ച് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.